കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് എന്നെ കുറിച്ചിട്ടൊരു ബ്രീഫായിട്ട് പറയുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് സ്കൈ ഡൈവർ ആവാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്കൈ ഡൈവർ ആവുമ്പോൾ ഞാൻ എന്താണ് ഫേസ് ചെയ്ത ചലഞ്ചസുകൾ എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് സ്കൈ ഡൈവർ ആവാം എന്നുള്ളതാണ്. അപ്പോൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത്, അതായത് വെറും ഒരു സിംഗിൾ ഷോട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ടാൻഡം എന്ന് പറയുന്ന കാര്യം ചെയ്യാനാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എന്നെ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു ഹായ് അയച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് പഠിക്കാനാണ്, സ്കൈ ഡൈവിങ് പഠിക്കാനാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കൊരു ഏകദേശം 20 to 30 വർക്കിംഗ് ഡേയ്സ്, അത് ജമ്പബിൾ ഡേയ്സ് എന്തായാലും വേണം അതിന്. പിന്നെ ഏകദേശം ഒരു 5 ലക്ഷം 6 ലക്ഷത്തോളം ഞാൻ പറയും. ഞാൻ എല്ലാം കുറച്ച് കൂട്ടി പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം ഇത് ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നു ഡ്രോപ്പ് സോണിൽ ചാടാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു 5 ഡേയ്സ് എക്സ്ട്രാ പിടിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഫെയിലിയേഴ്സ് വരാം, നമ്മൾ റിപ്പീറ്റ് വരാം. അതായത് എൻ്റെ ജേണിയിൽ തന്നെ ഞാൻ AFFൽ ഏകദേശം 3-4 വട്ടം ലെവലുകളിൽ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ആദ്യമേ കണ്ടുവെച്ച് വന്നാൽ നമുക്ക് അത്രയും എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആവും. നമ്മൾ ഈ സ്പോട്ടിൽ എത്ര ടെൻഷൻ ഫ്രീ ആവുന്നോ, പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ബാക്ക് ടു AFF ജേണിയിലാണെങ്കിൽ നിങ്ങൾ ഒരു ഡ്രോപ്പ് സോണിലോട്ട് വരിക. അതായത് എന്നെ DM ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ അപ്പത്തെ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഡ്രോപ്പ് സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AFF എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആദ്യം എടുക്കുക. അത് ഏകദേശം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ലേണേഴ്സ് എന്ന് പറയുന്ന സംഭവമില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ്. അതിലൊരു 7-8 ജമ്പ് വരും. അതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് പോകണ്ട, കാരണം നമ്മുടെ ഇൻസ്ട്രക്ടർ എന്ത് പറയുന്നോ അത് കേൾക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ കപ്പ് എപ്പോഴും എംപ്റ്റി ആയിട്ട് ചെല്ലുകയാണ് നല്ലത് ഒരു പുതിയ കാര്യം പഠിക്കാൻ. അതല്ല നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ നിറച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇനി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. കാരണം കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുള്ളും അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ഔട്ട് ഓഫ് ഫോക്കസ് ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ AFF എടുത്ത് ബാക്കി ലൈസൻസിലോട്ട് ബാക്കി കുറച്ച് ജംപ്സ് ഉണ്ട്. ഈ 25 ജമ്പ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുക. അപ്പോഴാണ് നിങ്ങൾക്ക് വേൾഡ് വൈഡ് നിങ്ങളൊരു സ്കൈ ഡൈവർ ആവുക. അതിനുശേഷം നിങ്ങൾ വേൾഡിൽ എവിടെ പോയാലും നിങ്ങൾക്ക് പൈസയും കുറവായിരിക്കും, നിങ്ങൾക്ക് എവിടെ പോയാലും ജമ്പ് ചെയ്യാൻ പറ്റും. USP രജിസ്ട്രേഷൻ ആണ്. ഞാൻ ലൈസൻസ്ഡ് ആണ്. ഞാൻ ദുബായിൽ, അബുദാബിയിൽ, തായ്ലൻഡിൽ, ഇന്ത്യയിൽ ഒക്കെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് നമ്മളൊരു സ്കൈ ഡൈവറായി മാറും. അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പോലെ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ സ്കൈ ഡൈവിംഗ് ലൈസൻസ് ആണ്, ലൈസൻസ്. ഈ സ്പോട്ടിൽ ഞാൻ എല്ലാവരോടും പറയുന്ന വേറൊരു കാര്യമാണ്, സ്ലോ ഈസ് സ്പീഡ്. അതായത് ഇതിലെന്ത് കാര്യം നമ്മൾ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഈ സ്പോട്ടിൽ ഭയങ്കര മുന്നോട്ട് എത്തിക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതല്ല ഇപ്പം നമ്മൾ ജമ്പ് ചെയ്യണതിന് മുന്നേ നമ്മൾ റെഡിയാവുന്ന കാര്യമായിക്കോട്ടെ, അതല്ല നമ്മളൊരു 10 മിനിറ്റ് മുന്നേ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് വരാണ്ടിരിക്കും. അതായത് എക്യുപ്മെൻസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതായിക്കോട്ടെ, ആൾട്ടിമീറ്റർ ആയിക്കോട്ടെ, ഹെൽമെറ്റ് ആയിക്കോട്ടെ, ഗൂഗിൾസ് ആയിക്കോട്ടെ, എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പോലും നമുക്ക് കുറച്ച് എക്സ്ട്രാ സെക്കൻഡ്സ് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ സ്പോട്ടിൻ്റെ കാര്യത്തിൽ. തിരക്ക് പിടിച്ച് സ്കൈ ഡൈവർ ആവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇല്ല. സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് ഈ പരിപാടി. അങ്ങനെ തന്നെ പറയാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനായിക്കോട്ടെ, ഞാനും എല്ലാവരുടെ പോലെ തന്നെ സ്കൈ ഡൈവർ ആവണം എന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് 15 ദിവസത്തെ ഒരു വിസ എടുത്തിട്ട് ഞാൻ ആദ്യത്തെ വട്ടം തായ്ലൻഡിലോട്ട് വന്നത്. എന്നിട്ട് എനിക്ക് കിട്ടിയ പണി നല്ല 8ൻ്റെ പണിയായിരുന്നു. കാരണം എനിക്ക് ആ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. കാശും നഷ്ടം, എല്ലാം കൊണ്ടും നഷ്ടമാണ്. അതേപോലെ തന്നെ തിരക്ക് പിടിക്കുന്ന മിക്കവർക്കും പലതും സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്കൈ ഡൈവിങ് ചെയ്യാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ പെടഞ്ഞ് റിഗും കാര്യങ്ങളൊക്കെ ഇടുന്നു, കയറി ചെല്ലുന്നു. അപ്പോഴാണ് ആലോചിക്കുക, അയ്യോ അൾട്ടിമീറ്റർ എടുത്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ആ ജമ്പ് കിട്ടില്ല, വേസ്റ്റ് ആവും. അതേപോലെ തന്നെ സ്കൈയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു 3-4 മടങ്ങ് സ്പീഡിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുക. കാരണം നമ്മൾ അവിടെ വീണുകൊണ്ടിരിക്കുകയാണ് ഒരു 120-150 സ്പീഡിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വലിയൊരു ഇമ്പാക്റ്റാണ് തരിക. അത് നിങ്ങളെ ഓരോ ജമ്പിലും നിങ്ങളെ ഫെയിലാക്കാനുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് കിട്ടാനുള്ള ചാൻസ് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ സ്കൈ ഡൈവിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നവർ പറയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അതായത് എല്ലാവരും 5-6 ദിവസം കൊണ്ട് AFF കിട്ടും, അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് എന്താ പറയുക ലൈസൻസ് കിട്ടും, 3 ലക്ഷം കൊണ്ട് എന്താ പറയുക ലൈസൻസ് കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ ഇതും കൊണ്ടൊക്കെ 100-ൽ ഒരാൾക്കെങ്ങാനും അല്ലെങ്കിൽ 2 ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ഞാൻ കാണുന്ന, കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക ഗൈഡ് ചെയ്ത് സ്കൈ ഡൈവർ ആയ ആൾക്കാരുണ്ട്. അതല്ലാതെ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ
സ്ലോ ആയിട്ട് കാര്യങ്ങളെടുത്ത് എല്ലാം അന്വേഷിച്ച് മെല്ലെ ചെയ്യുമായിരിക്കും ഈ പരിപാടി നല്ലത്. സമയമെടുത്തിട്ടും കറക്റ്റായിട്ടും കാശധികം വേസ്റ്റ് ആവാതെയും ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്ലീസ് കമൻറ്റ്.